നമസ്കാരം. CPM പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും പ്രതികളാകുന്ന കൊലപാതക കേസുകളിൽ വിധി വരുന്നത്, കോടതി വിധി പറയുന്നത് ഇതാദ്യമായിട്ടല്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധിയടക്കം നിരവധി വിധികൾ രാഷ്ട്രീയമായി CPMന് ഒരു തിരിച്ചടിയാണ്. കാരണം CPM പ്രവർത്തകരും CPMൻ്റെ പ്രാദേശിക നേതാക്കളും ഒക്കെയാണ് ഈ കേസുകളിൽ, കൊലപാതക കേസുകളിൽ കൊലപാതകികൾ എന്ന് കോടതി മുദ്രകുത്തി ജയിലിലേക്ക് അയക്കുന്നത്. എന്നിട്ടും ഈ കൊലപാതകികളെയും കൊണ്ട്, അല്ലെങ്കിൽ ഈ കൊലപാതകികളെ ജയിൽ വരെ അകമ്പടി സേവിക്കാനുമൊക്കെ CPMൻ്റെ പ്രവർത്തകർ ധൈര്യം കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആ കൊലപാതകം നടത്തിയതിൽ തങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് യാതൊരുവിധ പശ്ചാത്താപവുമില്ല എന്നാണ് CPMൻ്റെ നയം. ആ ഒരു സന്ദേശമാണ് CPM ജനങ്ങൾക്ക് നൽകുന്നത്. ഇപ്പോഴിതാ ഒരിക്കൽ കൂടി അത്തരത്തിലൊരു വിധിന്യായം ഉണ്ടായിരിക്കുന്നു. കണ്ണൂർ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. BJP പ്രവർത്തകനായിരുന്ന സൂരജിനെയാണ് CPM പ്രവർത്തകർ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത്. 2005 ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ് ക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നത്. ആ കേസിലാണ് കോടതി ഇന്ന് 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് വിധി പറഞ്ഞിരിക്കുന്നത്. ഈ കേസിലാകെ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ 12 പ്രതികളിൽ 1-ാം പ്രതിയും 12-ാം പ്രതിയും വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചിരുന്നു. അതിനെ തുടർന്ന് ബാക്കിയുള്ള 10 പ്രതികളുടെ വിചാരണയാണ് നടന്നത്. ഈ 10 പ്രതികളിൽ ഒരാൾ, 10-ാം പ്രതിയായിട്ടുള്ള നാദത്താൻകൊട്ട പ്രകാശിനെയാണ് വെറുതെ വിട്ടിട്ടുള്ളത്. ബാക്കി 9 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ഈ പ്രതികളെല്ലാം കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രതിപട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുണ്ട്. അതിൽ ഒരാൾ TK രജീഷാണ്. TK രജീഷ് TP വധക്കേസിലെ പ്രതി കൂടിയാണ്. TP വധക്കേസിൽ TP ചന്ദ്രശേഖരനെ വധിച്ച കേസിൽ പ്രതി കൂടിയാണ്. അതായത് ഈ പറയുന്ന സൂരജ് വധത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് TPയെ വധിക്കുന്നത്. സൂരജ് വധക്കേസിൽ 2005-ലാണ് ഉണ്ടാകുന്നത്. 2012-ലാണ് TPയെ വധിക്കുന്നത്. അതായത് ഈ കേസിൽ, അതായത് 2005-ൽ ഒരു കൊലപാതകം നടക്കുന്നു. ആ കൊലപാതക കേസിൽ യഥാർത്ഥ പ്രതിയെ പിടികിട്ടുന്നില്ല പോലീസിന്. ആ പ്രതി തന്നെ വീണ്ടും 7 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കൊലപാതകം ചെയ്യുന്നു. ഇത് രണ്ടും രാഷ്ട്രീയ കൊലപാതകമാണ്. രണ്ടിലും പ്രതിസ്ഥാനത്ത് CPM ആണുള്ളത്. അതായത് CPM ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ ചെയ്യാൻ സ്ഥിരമായി ആളുകളെ പരിശീലിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ഒരു പരിധിവരെ പോപ്പുലർ ഫ്രണ്ടും CPMും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന നിലയിലേക്കാണ് കണ്ണൂരിൽ കാര്യങ്ങൾ പോയിരിക്കുന്നത്. ആ ഒരു ഉദാഹരണം കൂടിയാണ്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. അതായത് ഒരാൾ TK രജീഷാണ്. ഈ പ്രതിപട്ടികയിലെ ഒരു പ്രധാനി TK രജീഷാണ്. മറ്റൊരു പ്രധാനി എന്ന് പറയുന്നത് മനോരാജ് നാരായണൻ എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകനാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസ് സെക്രട്ടറിയുടെ സഹോദരനാണ്. പ്രസ് സെക്രട്ടറിയായ PM മനോജിൻ്റെ സഹോദരനാണ് ഈ മനോരാജ് നാരായണൻ എന്ന വ്യക്തി. ഇങ്ങനെ CPIMൻ്റെ ഹൈ പ്രൊഫൈലായിട്ടുള്ള പ്രാദേശിക നേതാക്കൾ, ഈ പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും എല്ലാം തന്നെ ഈ കേസുകളിൽ പ്രതികളാണ്. ഈ 1 മുതൽ 5 വരെയുള്ള പ്രതികൾ അവരെല്ലാം CPM പ്രവർത്തകരാണ്. ഈ പ്രതികൾ നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം തന്നെ ഗൂഢാലോചനക്കാരുമാണ്. ഈ ഗൂഢാലോചനക്കാരെ പിടികിട്ടുന്നതിൽ, അല്ലെങ്കിൽ അങ്ങനെ ആ CPM നേതാക്കളെ കുടുക്കിലാക്കിയത് ഒരു പരിധിവരെ TPM വധക്കേസിൽ പ്രതിയായിട്ടുള്ള TK രജീഷിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. 2005 ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ് സൂരജ് കൊല്ലപ്പെടുന്നത്. സൂരജ് സത്യത്തിലൊരു CPM പ്രവർത്തകനായിരുന്നു. അദ്ദേഹം പാർട്ടി മാറി BJPയിലേക്ക് പോയി, BJPയുടെ പ്രവർത്തനം തുടർന്നു. ഇതിൻ്റെ ഒരു വൈരാഗ്യം കൊണ്ടാണ് സ്വന്തം സഖാവായിരുന്ന, സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകനായിരുന്ന, അല്ലെങ്കിൽ തങ്ങളോടൊപ്പം ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്ന ഒരാളെയാണ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ മാറ്റം വരുത്തി എന്ന കാര്യം പറഞ്ഞുകൊണ്ട്, എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിക്രൂരമായി വധിക്കുന്നത്. ഈ വധം നടക്കുന്നതിന് ഏതാണ്ട് 1 മാസം മുമ്പ്, അതായത് ജൂലൈ മാസത്തിലോ മറ്റോ ആണ് അദ്ദേഹത്തെ വധിക്കുവാൻ, സൂരജിനെ വധിക്കുവാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അത് വിജയിച്ചില്ല. പിന്നീട് സൂരജിനെതിരെ കള്ളക്കേസ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്വേഷണത്തിൽ ആ കേസ് കള്ളക്കേസാണ് എന്ന് തെളിയുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ക്രൂരമായ കൊലപാതകം അന്ന് 2005-ൽ ഇവർ നടത്തിയത്. TK രജീഷ്, അതുപോലെ തന്നെ ഷംസുദ്ദീൻ, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ സഹോദരനായിട്ടുള്ള മനോരാജ് നാരായണൻ എന്നിവരടങ്ങുന്ന 5-അംഗ സംഘമാണ് ഈ 6-ാം പ്രതിയുടെ ഓട്ടോറിക്ഷയിൽ എത്തി പിന്തുടർന്ന് വരികയും ഈ സൂരജിനെ തടഞ്ഞു നിർത്തുകയും വാള്, അതുപോലെ തന്നെ മഴു എന്നിവ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിയും കൊത്തിയും ക്രൂരമായി തന്നെ കൊലപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒരു കൊലപാതകമാണ് 2005-ൽ നടന്നത്.
അന്ന് ഏതാനും ചില ആളുകളെയൊക്കെ പിടിച്ചിരുന്നു. പക്ഷേ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. യഥാർത്ഥ പ്രതികളെ അല്ല അറസ്റ്റ് ചെയ്തത് എന്നൊരു ആരോപണമുണ്ടായിരുന്നു. നിരവധി ആളുകൾ ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പുറത്തുണ്ട് എന്നൊരു ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പോലീസ് പരിഗണിച്ചിരുന്നില്ല. നീതി ലഭിക്കില്ല എന്ന ഒരു ഘട്ടം എത്തി നിൽക്കുമ്പോഴാണ്, അതായത് സൂരജ് വധക്കേസ് അട്ടിമറിക്കപ്പെടും എന്ന ഒരു ഘട്ടത്തിലാണ് ഈ ടി കെ രജീഷിൻ്റെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതായത് 2012 TP വധക്കേസുമായി ബന്ധപ്പെട്ട് അകത്തുപോയ ടി കെ രജീഷ് പിന്നീട് ഈ കൊലപാതകവും ചെയ്തതിൽ താനുണ്ട് എന്നൊരു കുറ്റസമ്മത മൊഴി കൊടുക്കുകയായിരുന്നു. ഈ കുറ്റസമ്മത മൊഴിയാണ് മറ്റു പ്രതികളെ കൊടുക്കുന്നതിൽ സഹായകമാകുന്നത്. ഒരു പരിധിവരെ പാർട്ടിയെ ടി കെ രജീഷ് ചതിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം TP വധക്കേസിലെ പ്രതികൾക്ക് ഇത്രയധികം പരിഗണനകൾ ജയിലിലടക്കം നൽകുന്നു എന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവർക്ക് നിരവധി ദിവസങ്ങൾ പരോൾ നൽകുന്നു, അവരെ കുറ്റവിമുക്തരാക്കി അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള ചില ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. അതെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതികളെ സർക്കാർ ഭയക്കുന്നത് കൊണ്ടാണ്. ഇനിയും നിരവധി കൊലപാതകങ്ങൾ, ഇതുപോലെ സൂരജ് വധക്കേസ് പോലെ നിരവധി കൊലപാതകങ്ങൾ തെളിയാനുണ്ടാകാം. അതിനെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ ഈ TP വധക്കേസ് പ്രതികളുടെ പക്കലുണ്ടാകാം. അതിൽ ഭയന്നിട്ടാണ് സർക്കാർ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു ആരോപണം ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. ആ ആരോപണത്തിന് ശക്തി പകരുന്നതാണ് ഇന്ന് തലശ്ശേരി സെഷൻസ് കോടതിയുടെ വിധി. അതായത് സൂരജ് കേസിൽ വർഷങ്ങളോളം 7 വർഷത്തോളം നീതി നടപ്പായില്ല. ഒടുവിൽ ടി കെ രജീഷിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നു. അതിനുശേഷമാണ് സൂരജ് വധക്കേസ് തെളിയുന്നത്. പിന്നീട് 2023 ഇതുമായി ബന്ധപ്പെട്ട വിചാരണ തന്നെ ആരംഭിച്ചത്. ഈ സൂരജിൻ്റെ മാതാവ് സതി കോടതിയിൽ ഒരു ഹർജി നൽകുന്നു. അതായത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിച്ച് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകുന്നു. ആ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് അവർക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പോലും അനുവദിച്ച് കിട്ടുന്നത്. അതായത് CPM നേതാക്കൾ വലിയ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു. സ്വന്തം സഖാവായിരുന്ന ഒരു വ്യക്തി പാർട്ടി മാറി എന്ന കാരണത്താൽ അയാളെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ആ സംഘങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അതിൻ്റെ ശ്രമം പാർട്ടി വർഷങ്ങളോളം നടത്തുന്നു. പാർട്ടിയുടെ കസ്റ്റഡിയിലുള്ള ഒരു ക്രിമിനൽ തന്നെ മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ പാർട്ടിയുടെ ആ ശ്രമങ്ങളെല്ലാം വൃഥാവിലാവുന്നു. സൂരജ് വധക്കേസിൽ 9 പ്രതികളും കുറ്റക്കാരാണ് എന്ന് തലശ്ശേരി സെഷൻസ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയുമാണ്. ഒരുപക്ഷെ ശിക്ഷാവിധി പിന്നീടായിരിക്കാം ഉണ്ടാവുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, CPIM-ന്റെ കൊലപാതക രാഷ്ട്രീയം തുറന്നു കാട്ടുന്ന മറ്റൊരു കോടതി വിധി കൂടി ഇന്നുണ്ടായിരിക്കുന്നു എന്ന് തന്നെ ഈ കേസിൽ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.